വിശദാംശങ്ങളിലേക്ക് ബിനീഷ് കോടിയേരെ ഇ ഡി ചോദ്യം ചെയ്യുന്നു. കൊച്ചിയിലെ ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. ഫെമ നിയമലംഘന കേസിലാണ് ഇ ഡി നടപടി. ബിസിനസ് സ്ഥാപനങ്ങളിലെ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ തേടുന്നു. വിവരങ്ങളുമായി അശ്വതി എ.ടി. ചേരുന്നു. അശ്വതി, സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഏത് ഘട്ടത്തിലാണ്? ഫിജി, നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. പക്ഷേ നിലവിൽ ബിനീഷ് കോടിയേരിയെ കൊച്ചിയിലെ ഓഫീസിൽ ഇ ഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിനീഷ് കോടിയേരിക്ക് പങ്കുള്ള ചില സ്ഥാപനങ്ങളിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഇത് സംബന്ധിച്ചാണ് പ്രധാനമായും ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അതായത് ഈ സാമ്പത്തിക ഇടപാടുകളിൽ വിദേശ നാണ്യവിനിമയ ചട്ടം, അതില് ആ നിയമത്തിലെ ചില ചട്ടങ്ങൾ ലംഘിച്ചു എന്നതാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. അതായത് ഫെമ നിയമം ലംഘിച്ചു എന്നതാണ് ബിനീഷ് കോടിയേരിക്കെതിരായിട്ടുള്ള ഈ കേസിൽ വ്യക്തമാക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ബിനീഷ് കോടിയെ ഇപ്പോൾ കൊച്ചിയിലെ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില സ്ഥാപനങ്ങൾ, അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. പക്ഷേ ബിനീഷ് കോടിയേരിക്ക് നേരിട്ട് പങ്കുള്ള സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളിൽ വിദേശത്ത് നിന്ന് പണം വാങ്ങുകയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് പണം അയക്കുകയും അത്തരത്തിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഫെമ നിയമ ലംഘനങ്ങൾ നടന്നു എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ആരോപണം. ഈ കാര്യത്തിൽ ബിനീഷ് കോടിയേരിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇന്ന് ബിനീഷിനെ ഇവിടേക്ക് കൊച്ചിയിലെ ഓഫീസിലേക്ക് ഇ ഡി വിളിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറിലധികമായി ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. ബിനീഷ് കോടിയേരിക്കെതിരെ നേരത്തെയും സമാനമായ രീതിയിൽ കേസുള്ളതാണ്. ബാംഗ്ലൂരുവിൽ സമാനമായ രീതിയിൽ ലഹരിക്കടത്തിനോടനുബന്ധിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്ന ഒരു കേസുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ വിചാരണ കോടതി നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ആ കേസിൽ ബിനീഷ് കോടിയേരി 1 വർഷത്തിലധികം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ കേസിൽ 4ാം പ്രതിയാണ് ബിനീഷ് കോടിയേരി. ഇ ഡിയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2020 അറസ്റ്റായ ബിനീഷിന് 1 വർഷത്തെ വിചാരണ തടവിന് ശേഷം അന്ന് ജാമ്യം ലഭിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ബിനീഷ് ഹൈക്കോടതി ആ വിഷയത്തിൽ സമീപിക്കുകയും ചെയ്തത്. ആ കേസും അവിടെയുണ്ട്. അതിന് സമാനമായ ഒരു കേസ് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ഇ ഡി എടുത്തിട്ടുള്ളത്. ഇതിൽ ചില ഫെമ നിയമ ലംഘനങ്ങളാണ് ഈ കേസിൽ വ്യക്തമാക്കുന്നത്. ഫിജി, ശരി അശ്വതി. ബിനീഷ് കോടിയേരിയെ കൊച്ചിയിൽ ഇ ഡി ചോദ്യം ചെയ്യുകയാണ്.